ചെയ്യുന്നവരൊന്ന് ഇതാക്കി കൊടുക്കുക. ഇത് മാത്രം മതി. ഇപ്പോൾ ഈ ഫിലിമോറ എൻ്റെ ഇതിവിടെ ഗൂഗിൾ അടിക്കുന്നു. ഇതൊന്നും നിങ്ങൾ രജിസ്റ്റർ ആക്കുക. എന്നിട്ട് നിങ്ങൾ അപ്പോൾ കമ്പ്യൂട്ടർ എനിക്ക് നല്ല സുഖമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കിരൺ. ഇനി എനിക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്കിന്ന് ഒരു കമ്പ്യൂട്ടറിലാണ് ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരുന്നത്, ഫോണിൽ എഡിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടർ എഡിറ്റ് ചെയ്യാൻ നല്ല സുഖമാണ്. എനിക്കിതാ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബനിയൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ ബനിയൻ തന്നെ ആ ഒരു ടോം ഗോൾഡ് റണ്ണിൻ്റെ ഒരു ഗെയിം അറിയാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ സുനിത ജയകുമാർ അടിച്ചിട്ട് കുറച്ച് താഴത്തേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ പിക്ചറും ടൈറ്റിൽ വായിച്ചാൽ മതി. ഇന്നൊരു ടുഡേ സ്പെഷ്യൽ ആയിരിക്കും. ടുഡേ സ്പെഷ്യൽ എല്ലാവർക്കും അറിയുന്ന ആപ്പായിരിക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും ടൈറ്റിൽ. അങ്ങനെ ആയിരിക്കുമോ എന്നറിയില്ല, നോക്കണം. അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം, സുനിത ജയകുമാർ. ഓക്കെ, അപ്പോൾ ഈ കാര്യം പറയണമല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫിലിമോറ 9, അതായത് വണ്ടർഷെയർ ഫിലിമോറ നോക്കാൻ പോവാണ്. അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ട്. വാട്ടർമാർക്ക് എനിക്ക് ഇഷ്ടമല്ല. വാട്ടർമാർക്ക് പറ്റില്ലല്ലോ. എൻ്റെ മുഖമൊന്നും ഇങ്ങനെ കാണില്ല, ഇവിടെ നിന്ന് വരും, പിന്നെ പോവില്ല. ആ വാട്ടർമാർക്ക് കളയാണോ നിങ്ങൾക്ക് പറ്റും. വാട്ടർമാർക്ക് കളയാനും എങ്ങനെ യൂസ് ചെയ്യേണ്ടതിനൊക്കെ നമുക്ക് പഠിപ്പിക്കാം. ഇന്നൊരു ട്യൂട്ടോറിയലാണ്. നിങ്ങൾ വിചാരിക്കുക എപ്പോഴും എഡിറ്ററാണോ? എനിക്ക് എഡിറ്ററുടെ സീസൺ തന്നെയാണ്. എനിക്ക് എപ്പോഴും എഡിറ്റർ ആക്കാൻ തോന്നുന്നു. സൂര്യാസ് വ്ളോഗിൽ നല്ല നല്ല വ്ളോഗ്സ് ഇടുന്നുണ്ട്, പഠിപ്പിനെ പറ്റി കുറേ എൻ്റർടൈനിങ്ങും എഡ്യൂക്കേഷനൊക്കെ ഇടുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് നേരെ ഇവിടെ കിടക്കാം. സൂര്യാസ് വ്ളോഗ് എന്ന് അടിച്ചാൽ വരും, കിടക്കാം. അപ്പോൾ നമ്മുടെ ടൈമൊക്കെ നിങ്ങൾ നോക്കിക്കോ. 11 PM ആണ്. ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നു. ഭക്ഷണം കഴിച്ചു, ഇപ്പോൾ ഉറങ്ങും. വണ്ടർഷെയർ ഫിലിമോറ അതാണ് എടുക്കുക. അത് റെൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ഈസി മോഡ് വേണോ ഫുൾ ഫീച്ചർ മോഡ് വേണോ എന്ന് ചോദിക്കാം. ഞാൻ ഇവിടെ ഈസി മോഡ് എടുക്കുകയാണ്. ഫസ്റ്റ് ഈസി മോഡ് എടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ഇമ്പോർട്ടാണ്. ഈസി മോഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർക്കാണ് ഇത് ഈസി മോഡ്. ഉണ്ടോ, ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ വീഡിയോ ചൂസ് ചെയ്യാണ്. ഇത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാമെന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. താഴെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇതൊക്കെ കാണും. അതൊക്കെ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ കൊടുത്തതിന് ശേഷം എവറിത്തിങ് കാണും. എവറിത്തിങ്, ടൈമും മ്യൂസിക്കൊക്കെ അതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. താഴെ ഓപ്പൺ ടൈറ്റിൽ, ക്ലോസിങ് ടൈറ്റിൽ, വണ്ടർഷെയർ. ഓക്കെ, ഈ നമുക്ക് നേരെ ഈസി മോഡിലേക്കല്ല, ഇത് നമുക്ക് ശരിക്കുള്ള മോഡാണ്. ഇവിടെ സൗണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ശരിക്കത്തെ മോഡ്. ഇതാണ് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്തത്. കമ്പ്യൂട്ടർ എഡിറ്റർ, സൂപ്പർ എഡിറ്റർ, കമ്പ്യൂട്ടർ എഡിറ്റർ. ഞാൻ ഇവിടെ ഇതാണ് എടുക്കണത്. എൻ്റെ വീഡിയോ അല്ല, ഇതാണ് എടുക്കണത്. സൂപ്പറാണ്. അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലേ ബട്ടൺ കാണും. എന്തായാലും കണ്ട ഇവിടെ പ്ലേ ബട്ടൺ. ഇവിടെ ആ പ്ലേ ബട്ടൺ അമർത്തുക. എനിക്കിവിടെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് കൂടെ സിസേഴ്സ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് കാണും. എല്ലാം അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റായി. ഇനി നിങ്ങൾക്ക് ഇവിടെ എവിടം വരെയാണ് കട്ട് ചെയ്യേണ്ട അവിടം വരെ. ഞാൻ ഇവിടം വരെ കട്ട് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും ഒരു സ്പ്ലിറ്റ് അമർത്തുക. എന്നിട്ട് അവിടേക്ക് ഈ സാധനം കൊണ്ടുവരിക. ഈ സാധനം അവിടെ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യാൻ മൊത്തം കാണും. ആ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വലുതാക്കാം, കറക്റ്റ് മോഡിയാക്കാം. ശരിക്കും യൂട്യൂബ് നോക്കണ പോലെ ആക്കാം. അത് നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആക്കാൻ കണ്ടു. അപ്പോൾ ഒരു കറക്റ്റ് ഭാഗമായി.
കണ്ടോ? നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഇച്ചിരി ഒരു ഭാഗം ഇടിച്ചിട്ട് ഞാൻ കാണിക്കാം. കണ്ടാ, ഈ ഭാഗം ഇടിച്ചിപ്പോ അത് നിങ്ങൾക്ക് ഒരു ഇതുമില്ല. കണ്ടാ, ഒരു ഇതുമില്ല. കാണിച്ചു തന്നൂടി. കണ്ടാ, ഇവിടെ ഒരു സാധനം ഉണ്ട്. കണ്ടാ, സാധനം ഉണ്ട്. അതാണ് സാധനം ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടോ, ഇനി നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ ഓർത്താം. ക്രിയേറ്റ് ന്യൂ ഓർത്തിയതിന് ശേഷം നിങ്ങൾക്കിവിടെ ഫോണിലാണോ, അപ്പോൾ യൂട്യൂബ് ഓർത്തുമ്പോൾ നിങ്ങൾക്കിവിടെ എക്സ്പോർട്ട് വേണം. എക്സ്പോർട്ടിൽ അമർത്താം. എക്സ്പോർട്ടിൽ അമർത്തുമ്പോൾ നിങ്ങൾക്കിവിടെ ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ ഫിലിമോറ എന്ന് പറഞ്ഞ വാട്ടർമാർക്ക് നിങ്ങൾക്ക് വരും. അത് വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം ഇതൊന്ന് ആക്കിയിട്ട് ബാക്കിലേക്ക് പോയിട്ട് ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ ഉണ്ട്. ഒന്ന് ബാക്കിലേക്ക് അടിച്ചിട്ട് പോവുക. എന്നിട്ട് ഇവിടെ ഗൂഗിൾ അല്ലെങ്കിൽ ഫയർഫോക്സ് അടിച്ചാലും മതി. രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഒരു തമ്പ്. അപ്പോൾ കണ്ടോ, ഇവിടെ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ്, എൻ്റെ നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിളിൽ അടിക്കുകയാണ്. കീവേഡിൽ ഗൂഗിളിൽ ഫിലിമോറ നെയിം അടിക്കണം. ഞാൻ ഇവിടെ ഫിലിമോറ. അപ്പോൾ നിങ്ങൾ അടിക്കേണ്ടത് ഫിലിമോറ കീ എന്നാണ്. ഇവിടെ കാണാം, നിങ്ങൾക്ക് ഫിലിമോറ എന്ന് അടിച്ചാൽ കാണാം. അല്ലെങ്കിൽ ഫിലിമോറ കീ എന്നടിക്കുക. ഫിലിമോറ കീ എന്നടിക്കുക. ഞാൻ ഇവിടെ ഫിലിമോറ കീ അടിച്ചതിന് ശേഷം ഇവിടെ എൻ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾക്കിവിടെ വണ്ടർഷെയർ ഫിലിമോറ കോഡ് കാണും. ഈ ഫസ്റ്റ് തന്നെ ഒന്ന് അമർത്തുക, അല്ലെങ്കിൽ സെക്കൻഡ് അമർത്തുക. നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടില്ലെങ്കിൽ ഒന്ന് സെക്കൻഡ് അമർത്തുക. സെക്കൻഡായിട്ട് GCM വേൾഡ് വണ്ടർഷെയർ വീഡിയോ എഡിറ്റർ സീരിയൽ കീ ആൻഡ് ഇമെയിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണും. ഇങ്ങനെ കണ്ടിട്ട് ഒന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കവിടെ ഫസ്റ്റ് വണ്ടർഷെയർ വീഡിയോ എഡിറ്റർ 350 ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കിവിടെ തൊടുമ്പോൾ ഇത് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ലൈസൻസ് ഇമെയിൽ നിങ്ങൾക്കിവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാൻ നിങ്ങൾക്കിവിടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ ഫസ്റ്റത്തെ ലൈസൻസ് ഇമെയിൽ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇത് മാത്രം മതി കേട്ടോ. ലൈസൻസ് ഇമെയിൽ ഇതൊന്നും വേണ്ട. C29416 അത് തൊട്ട് മതി കേട്ടോ. C തൊട്ട് ഫസ്റ്റ് C ഉണ്ടാവും, അത് തൊട്ട് അതിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതന്നെ രജിസ്ട്രേഷൻ കോഡും നിങ്ങൾക്ക് ഇവിടെ ഇത് മാത്രം മതി കോഡ്. അത് കഴിഞ്ഞാൽ 104 അത് അത്രയും മതി. 101 തൊട്ട് തുടങ്ങണം. ഇതൊന്നും വേണ്ട. ഓക്കെ, അത് രണ്ടും നിങ്ങൾ കോപ്പി ചെയ്യുക. അപ്പോൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലൈസൻസ് ഇമെയിൽ ആയിരിക്കും ചോദിക്കണം. അത് കഴിഞ്ഞാൽ രജിസ്റ്ററിങ് കോഡ് ഇമെയിൽ. ഓക്കെ, അത് നിങ്ങൾ കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വണ്ടർഷെയർ ഫിലിമോറയിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്കിവിടെ രജിസ്റ്ററിന് കാണും. അവിടെ ഇതൊക്കെ ചെയ്തു എന്നാലും നിങ്ങൾക്ക് ചെയ്യാണ്. അപ്പോൾ രജിസ്റ്റർ കാണും. പിന്നെ ഒന്നുകൂടി നിങ്ങൾ രജിസ്റ്റർ അമർത്തുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ലൈസൻസ് ഇമെയിൽ ആയിരിക്കും. അത് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ
രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ വാട്ടർമാർക്ക് കളയും. വാട്ടർമാർക്ക് കളയാൻ അറിയില്ലെങ്കിൽ ഫ്രീ ആയിട്ട് വാട്ടർമാർക്ക് കളയാമെന്നാണ്. ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്തത് പിന്നെ രജിസ്റ്റർ ചെയ്തത് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഞാൻ കള്ളത്തരാന്ന് പറയല്ലേ, ദയവായി പറയല്ല, ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് കള്ളത്തരാണെങ്കിൽ എനിക്ക് പറ്റാന്ന് എഴുതാം കമൻറ്റിൽ. ഓക്കെ ഗായ്സ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പറ്റില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ഗായ്സ്. നിങ്ങൾക്ക് പറ്റും, ഉറപ്പുണ്ട്, പറ്റും ഗായ്സ്. ഈ ഫിലിമോറ നയൻ്റെ എപ്പോഴും തെറ്റി പോകണ്ട. എനിക്ക് ഫിലിമോറ നയൻ എൻ്റെ നാക്കിൽ വരുന്നുള്ളൂ. അപ്പോൾ ഫിലിമോറ അല്ല, വണ്ടർഷെയർ ഫിലിമോറ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. താഴെ ലിങ്ക് കൊടുക്കാം. കമ്പ്യൂട്ടറിലാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എൻ്റെ വീഡിയോ കൊടുത്തിട്ട് താഴത്തിൽ ലിങ്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊന്നും ഇല്ലെങ്കിൽ, കമ്പ്യൂട്ടർ പറ്റില്ലെങ്കിൽ ഒന്ന് ലിങ്ക് കൊടുക്കുക. ഫോണിലത്തെ ഫിലിമോറയുണ്ട്, അത് ഇതിനേക്കാളും വാട്ടർമാർക്ക് എനിക്ക് അറിയില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം വാട്ടർമാർക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ കമ്പ്യൂട്ടറിൽ പോയത് തന്നെ നല്ലത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടിൻ്റെയും ഒരെണ്ണം ഐഫോണിൻ്റെയും ഒരെണ്ണം ആൻഡ്രോയിഡിൻ്റെയും. ഐഫോൺ ആൻഡ്രോയിഡ് ഒരേപോലെ ഇല്ലേ. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെയും പിന്നെ കമ്പ്യൂട്ടറിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. എല്ലാവരും ഫോണിലാണ് നോക്കേണ്ടത്. ചിലർ കമ്പ്യൂട്ടറിൽ നോക്കും. എന്നാൽ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക്, ചിലവർക്കൊന്നും പാവപ്പെട്ടവർക്ക് കമ്പ്യൂട്ടറൊന്നും ഇല്ല, അതുകൊണ്ട് ഫോണിൽ നോക്കിയാൽ. ഫോണും ഇല്ലെങ്കിൽ പിന്നെ ഈ ഫോണിൽ മതി. ഇതെൻ്റെ അച്ഛൻ്റെ ഫോണാണ്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വാങ്ങിയാൽ മതി. പൈസ ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ. പിന്നെ അടുത്ത വീഡിയോ ഞാൻ ഇവിടെ പറയാം. അത് വരിക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ. സെക്കൻഡ്